ഹലോ, കാഞ്ചനമാലയുടെ നാടായ മുക്കത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ വർഷത്തെ ശിവരാത്രിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതാ ഇതൊരു പുഴയുടെ നടുക്കാണ് കേട്ടോ ഈ അമ്പലം. അപ്പം അങ്ങോട്ട് പോകാനിതാ ഇങ്ങനത്തെ മരത്തിൻ്റെ ഒരു പാലൊക്കെ തൽക്കാലത്തേക്ക് കെട്ടിയതാണ്. അല്ലാത്ത സമയത്തൂടെ തോണിയുണ്ട്. ഇപ്പം ഇത്ര ആൾക്കാർ പോകുന്നതാണല്ലോ, അപ്പോൾ തോണി ശരിയാവുമല്ലോ. അങ്ങനെ ഈ പാലാണ് പകുതി ആൾക്കാർ അങ്ങോട്ട് പോകാനുള്ളതും മറ്റേ വശം ഇങ്ങോട്ട് വരാനുള്ളതും. കണ്ടില്ലേ, ഈ പുഴയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം കോഴിക്കോട് നിന്ന് 1 മണിക്കൂർ. ഇത് നല്ലൊരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിവിടെ വന്നാൽ തന്നെ ഈ അമ്പലത്തിൻ്റെ ഇതും ഈ ചുറ്റുപാടൊക്കെ ഇതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ. ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഈ അമ്പലപ്പറമ്പ് നിറച്ചും ഈ കമ്മലിൻ്റെ ആൾക്കാരും അല്ലാതെ ഒരുപാട് കടകളുണ്ട്. അങ്ങനെ അവിടെ കണ്ടില്ല തോണി, ആ തോണിയാണ് ഇവിടെ അല്ലാത്ത സമയത്ത് ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഈ ശിവൻ്റെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കണ്ട് ദൂരെ കാണുന്നത് അത് തൂക്കുപാലായിരുന്നു. കഴിഞ്ഞ ആ വെള്ളപ്പൊക്കത്തിൽ തൂക്കുപാലൊക്കെ പൊട്ടി വീണ് അത് റെഡിയാക്കിയില്ല, റെഡിയാക്കാനുള്ളതാണ്. ഒരു വെള്ളത്തിൻ്റെ പരിപാടിയും. അങ്ങനെ ഞാനിന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് വൈകുന്നേരമാണ് അമ്പലത്തിലേക്ക് വന്നത്. രാവിലെ എനിക്ക് ചെറിയ വർക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ആ മുകളിലാട്ടോ സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്നത്. പിന്നെ ചായ കാപ്പിയൊക്കെ കൊടുക്കുന്ന ആ മുകളിലത്തെ ആ പറമ്പിൽ നിന്നാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് കയറി തൊഴുത് തിരിച്ച് ഞാനും അനിയനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവന് അവിടെ അഗസ്ത്യമൊഴിയിൽ നിന്നാണ് ഇങ്ങോട്ടുള്ള വരവുകളൊക്കെ വരുന്നത്, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള. അപ്പോൾ ആ വരവിൻ്റെ കൂടെ അവന് അതിൽ കൂടെ പോയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൊഴുത് അവനെ ആ വരവിൻ്റെ അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തന്നെ പോരുക തിരിച്ച്. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ കടകളൊക്കെ ആയിട്ടോ ഒരുപാട്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങോട്ട്. ഈ ആൾക്കാരൊന്നുമല്ല, ഇനി എന്തോ ഒരു ആൾക്കാരറിയാം. ഇവിടെ നിന്ന് നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അത്രയും തിരക്കായിരിക്കും രാത്രിയാകുമ്പോഴത്തേക്ക്. അപ്പം വണ്ടിയൊന്നും ഇങ്ങോട്ട് കടത്തി വിടുമല്ലോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. റോഡ് സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട്. ജിലേബി, ചട്ടി, വേറെയും അപ്പുറത്ത് ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. മാല എങ്ങോട്ട് നോക്കിയാലും അത് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നും. ഇവിടെ മഞ്ഞ ജിലേബിയും കൂടെ ഉണ്ട്. പിന്നെ സൗജന്യ വത്തക്ക ജ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുക്കം വാക്കിംഗ് ക്ലബ്ബില്ലേ, അവൻ്റെ വകയായിട്ട് അവിടെ ഇങ്ങനെ വരുന്നവർക്ക് മൊത്തം ഫുള്ള് വത്തക്കൻ്റെ ജ്യൂസ് അവിടെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ ഇങ്ങോട്ടും ഫുള്ള് കടകളാണ്. ഇവരൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെടുന്നതെന്ന് അറിയില്ല, അത്രയുണ്ട് ഈ ഭാഗത്തേക്ക്. കൂടുതലും ഇതിൻ്റെ ജിലേബിക്കാരുണ്ട് കേട്ടോ. സാധാരണ ഉള്ളതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലുണ്ട്. പിന്നെ നോക്കിക്കേ എന്ത് ഭംഗിയായി കൃഷ്ണനെ കാണാൻ. എന്തൊരു ഓമനത്തെ നോക്കിക്കേ, പല കളറിലും ഉണ്ട് കേട്ടോ. നല്ല ഭംഗി. ഏതിനെ വാങ്ങണം തോന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി കുറേ പേരൊക്കെ വാങ്ങുന്നുണ്ട്. ഇനി വിഷുവൊക്കെ അല്ലേ, അപ്പോൾ കണി വെക്കാനൊക്കെ നോക്കിക്കേ. നമുക്ക് ആ മുഖത്തേക്ക് നോക്കിയാൽ എങ്ങനെ വാങ്ങാതിരിക്കാൻ തോന്നും. ഞങ്ങൾക്കൊക്കെ വീട്ടിൽ കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ്, പക്ഷെ എന്നാലും വാങ്ങണം എന്നൊക്കെ തോന്നും. പിന്നെ എങ്ങനെയാണ് ഒരു കൃഷ്ണനെ അവിടെ വെച്ചുകൊണ്ട് പുതിയതിനെ വാങ്ങുന്നത്. നോക്കിക്കേ എന്ത് ഭംഗിയാണ്. ഇപ്പുറത്തേക്കും ഉണ്ട്, വേറെ ഉണ്ട് കൃഷ്ണനും. ഇവിടെ ആനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ ചേച്ചി, ഇപ്പുറത്തെ ചെക്കന്മാരൊക്കെ ഇതെല്ലാം എവിടുന്നോ വന്ന ആൾക്കാരാട്ടോ. അവരാണല്ലോ ഇതൊക്കെ ഇങ്ങനെ നല്ല ഉണ്ടാക്കുന്നത്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണുള്ളത്, പല കളറിലും. നോക്കിക്ക് ഒരു കുഞ്ഞിരിക്കുന്നതാ. അമ്മ അടുത്തത് കുഞ്ഞിന് ഗർഭിണിയാണ്. എന്തെല്ലാം കാഴ്ചകളാണ്. അതായത് ഞങ്ങളിങ്ങനെ റോഡിൻ്റെ ഇങ്ങോട്ടും ഇത് പുറത്തേക്ക് പോയിരുന്ന വഴി കേട്ടോ. ഇതൊക്കെ കണ്ടാൽ നമുക്കൊക്കെ വാങ്ങാൻ തോന്നും. ഏറ്റവും കൂടുതലുള്ളത് ജിലേബിക്കാരാണ്. പിന്നെ ഈ റോഡ് സൈഡിലൊക്കെ കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടുന്നവരുണ്ട് കേട്ടോ. കണ്ണ് കാണാത്തവരും അങ്ങനത്തെയൊക്കെ കുറേ ആൾക്കാർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ മാല നോക്കിക്കേ. പിന്നെ അവിടെ ഒരാൾ കണ്ണ് കാണാത്ത ഒരാളിനെ പെണ്ണിൻ്റെ സൗണ്ടിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ.
പിന്നെ ഈ കൊട്ടകളൊക്കെ, ഇതൊക്കെ ഈ ഉത്സവത്തിനാണ് ഇവിടെ കാണുന്നത്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചന്തയിലേക്കൊക്കെ പോയൊരു പ്രതീതി. അങ്ങനെ അവിടെയൊക്കെ കൂടുതൽ ഈ ഹിന്ദിക്കാരാണ്. കാശിക്കുട്ടൻ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. അതെടുക്കണോ ഇതെടുക്കണോ. കുറച്ച് നേരമായി എന്നോട് പറയുന്നു ഈ അമ്മ വാ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ അമ്പലത്തിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെടുത്തി നിൽക്കുക. എന്നാലും വേണം. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞങ്ങനെ നല്ല സമാധാനിപ്പിച്ച് നിൽക്കുന്ന. പിന്നെ ഇവിടെ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയതാ. പിന്നെ ചോറിനുള്ള ക്യൂവും നല്ല അത്യാവശ്യം നല്ല ക്യൂ ആണ്. ഇവിടെയാണ് ആ സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്നത്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നോ മുകളിലാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ രാത്രി ആയപ്പോഴത്തേക്ക് നിറച്ചു ആൾക്കാരായി. ഞാൻ അവനെ ആ വഴി വരെ കൊണ്ടാക്കി തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നത് കേട്ടോ, അമ്പലത്തിലേക്ക് തന്നെ. കണ്ടോ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ വരവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും വന്ന് തൊഴുതു പോകാമല്ലോ, അതിനു വേണ്ടിയാണ് എല്ലാവരും ഈ സമയത്ത് ഇങ്ങോട്ട് പോയിരുന്നത്. വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും ഒരു മുട്ടുസൂചി പോലും വീഴാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്കും ഇവിടെ തിരക്കായിരിക്കും. കണ്ടില്ല എന്തോരം ജനങ്ങളാ. ഇതൊന്നല്ല ആൾക്കാർ, അതൊക്കെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, അത്രയും ഉണ്ടാവും. അവിടെ ചെറിയ കുട്ടികളെയും അങ്ങനെ എല്ലാവരും ആയിട്ട് കേട്ടോ, എല്ലാവരും വരുന്നുണ്ട്. അപ്പം അവിടെ ഈ അച്ചു കുത്തുന്ന പരിപാടി ഉണ്ട് കേട്ടോ, ഈ മൈലാഞ്ചി പോലെയൊക്കെ ഉള്ള. ഇതൊക്കെ കണ്ട വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തോ ഒരു സാധനം വെച്ച് അവരതൊക്കെ തുടച്ചും കൊടുക്കുന്നുണ്ട്. കമ്മലുകൾ നോക്കിക്കേ, ഏതാ വേണ്ടതെന്ന് ഇങ്ങനെ. എന്തായാലും നമുക്ക് വരവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി കാണാം. അപ്പം ഇത് കണ്ടില്ലേ, എനിക്കത് നീലയായിട്ട് ഇടയ്ക്ക് തോന്നും, ഇടയ്ക്ക് വെള്ളയായിട്ട് തോന്നും ആ ശിവൻ്റെ രൂപം. ഇനി ഓരോരോ ഭാഗത്തു നിന്നുള്ള വരവാഘോഷങ്ങൾ വരികയാണ്. ഫസ്റ്റത്തെ വരവ് ഇതട്ടോ, കച്ചേരിയിൽ നിന്നുള്ള നമ്മളെ MLA ലിൻഡോ ജോസഫൊക്കെ ഉണ്ട്. ഇത് പല ഭാഗങ്ങളിൽ നിന്നുള്ള വരവുകളായിരിക്കും. അപ്പം ഒരുപാട് ആൾക്കാരൊന്നും വരവിലുണ്ടാവില്ലെന്നല്ല, താലപ്പൊലിയിലൊന്നും അധികം ആൾക്കാർ ഉണ്ടാവില്ല, നമ്മളിവിടുത്തെ അമ്പലത്തിലൊക്കെ പോലെ. എന്നാലും കുറേ പേരൊക്കെ ഉണ്ട്. ചെണ്ടക്കൂട്ടും താലപ്പൊലിയും ടാബ്ലോകളും അങ്ങനെ പലതും ഉണ്ട്. അടുത്തുമ്പോൾ കാണാം, ഇപ്പം കാണാം.
അപ്പം അടുത്ത വർഷത്തെ ശിവരാത്രിക്ക് കാഞ്ചനമാലയുടെ നാടായ മുക്കത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ബൈ.